ഹലോ rhythm of my life പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വട്ടയപ്പാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ആക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി ഒരു 6 മണിക്കൂറായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി അതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു മുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പീസാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മേലുള്ള ഒരു ബ്രൗൺ കളറ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വട്ടയപ്പത്തിന് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കളർ മങ്ങിപ്പോവും. വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബ്രൗൺ കളർ കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ കളഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 4 ഏലക്കായാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു മധുരം മതി, അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. മധുരം കുറച്ചുകൂടെ ആവശ്യമുള്ളവർ കുറച്ചുകൂടെ ചേർത്തോളൂ കേട്ടോ. ഇനി ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഉപ്പ് കേട്ടോ. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാ വെള്ളമാണ് കേട്ടോ. ഒരു തേങ്ങയുടെ വെള്ളമാണ്, ഇപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം ആവരുത് കേട്ടോ. കുറച്ച് ഇത് അരയാൻ എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഒരു 1/4 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിത് അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ ആക്റ്റീവ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും കേട്ടോ. അത്യാവശ്യം ചൂടുള്ള ഒരു കാലാവസ്ഥയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ മതിയാവും. തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കുറച്ചുകൂടെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മാവ് ചെറുതായിട്ട് ഓയിൽ സ്പ്രെഡാക്കി എടുത്തിട്ടുള്ള പാത്രത്തിലോട്ട്, വട്ടയപ്പം റെഡിയാക്കാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിത് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാത്രത്തിലോട്ട് ഒരു 1/4 ഭാഗത്തോളം ഞാൻ നിറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് വേറൊരു പാത്രത്തിലും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ 2 പാത്രങ്ങളും നമ്മൾ ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി ചെമ്പിലോട്ട് ഇറക്കി വെക്കുവാണ്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് മതിയാവും കേട്ടോ, അപ്പോഴേക്കും റെഡിയാവും. അപ്പോൾ ഇതാ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. പാത്രത്തിൽ നിന്ന് വേഗം തന്നെ വേറിട്ട് പോരും കേട്ടോ. നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് വേർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് കമഴ്ത്തിയാൽ മതി കേട്ടോ. അപ്പോൾ വേഗം വേറിട്ട് കിട്ടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.